ഹലോ, ഇന്ന് നമുക്കൊരു ഹെൽത്തി ദോശ റെഡിയാക്കാം. സാധാരണ നമ്മളുടെ അരിദോശയുടെ ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിക്കരുത്. എങ്കിൽ പോലും ടേസ്റ്റിനൊട്ടും കുറവില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ദോശയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം ഉഴുന്ന് ചേർക്കുന്നുണ്ട്. 1/2 കപ്പോളം റാഗി ചേർക്കുന്നുണ്ട്. റാഗി പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. 1/2 കപ്പ് മസൂർ ദാൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ലിറ്റിൽ മില്ലറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 4-5 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വെക്കാം. നന്നായി സോക്ക് ചെയ്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ബാറ്ററിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ബാറ്റർ വളരെ തിക്കാകാതെ അതുപോലെ തന്നെ വാട്ടറി ആകാതെ നോക്കാം. പിന്നെ ദോശയ്ക്ക് പറ്റിയൊരു കൺസിസ്റ്റൻസി തന്നെ അത് തയ്യാറാക്കി എടുക്കാം നമുക്ക്. ഇനി ഇത് 1 hour ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ദോശ റെഡിയാക്കി എടുക്കാം. ഇത് കൂടുതൽ ടൈം നമ്മൾ ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ദോശ വിട്ടെടുക്കാം. ദോശ ചുടുമ്പോൾ നമുക്ക് നെയ്യ് ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ ചെയ്യാറില്ല. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്നി ആയിരിക്കും ഇതിലേക്ക് കൂടുതൽ നന്നായിരിക്കുക. വെയിറ്റ് ലോസ് ജേണിയിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ നമ്മൾ എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ബോറിംഗ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫ്ലേവർ ചേർത്തിട്ട് ന്യൂട്രീഷ്യസ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മീൽസ് ഹെൽത്തി ആക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.